അപ്പോൾ മക്കളെ നമ്മളെ പുതിയൊരു പാഠം ആരംഭിക്കുകയാണ്. കുറേ കാലമായി നമ്മൾ പുറത്ത് നിന്ന് കാറ്റും വെളിച്ചം കൊണ്ടൊക്കെ ക്ലാസ്സൊക്കെ എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമുക്ക് പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞും കാര്യങ്ങളൊക്കെ കേട്ടും പഠിക്കാനുള്ള സമയം നിങ്ങൾക്കറിയാം എത്ര ഉണ്ടെന്ന്. 3 മാസം സമയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിച്ച് തീർക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പം മനസ്സിലില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയുണ്ട്? യൂട്യൂബിലുണ്ട് അല്ലേ? മനസ്സിലില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കശുമാവിൻ്റെ ചുവട്ടിലൊക്കെയാണ്. നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മഴക്കാർ കാരണം ഇത് പൂത്തതൊക്കെ കിട്ടുമെന്നുള്ളതൊക്കെ കണ്ടറിയണം. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അല്ലേ, ഈ കുട്ടിക്കാലവും ഈ കൊറോണ കാലമൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു, ആസ്വദിച്ചു. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ കശുമാവിൻ ചുവട്ടിൽ കശുമാവിൻ കണ്ടി പറക്കി നടന്നിരുന്ന ഒരു കാലം, അത് ഈ ക്ലാസ് കാണുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അവരുടെയൊക്കെ അച്ഛനമ്മമാർക്കൊക്കെ ഇതുണ്ടാവാം. ഈ മാവിൻ ചുവട്ടിലൊക്കെ ചെറിയ വീടുകളൊക്കെ, കുഞ്ഞേ വീടൊക്കെ ഉണ്ടാക്കി, ഉണ്ണിപ്പരാന്നൊക്കെ ഞങ്ങൾ പറയാം, അതൊക്കെ ഉണ്ടാക്കി കളിച്ചിരുന്ന കാലം. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കൂടെ വീടുണ്ടാക്കണ്, വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നു. നമ്മളതല്ല, നമ്മൾ സ്കൂളിലേക്ക് എത്തി, ഇനി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം നന്നായിട്ട് എൻജോയ് ചെയ്യുക, എന്നാൽ അനാവശ്യമായിട്ട് എൻജോയ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങണ പാഠം, ആ പാഠത്തിൻ്റെ പേര് സർഫസ് കെമിസ്ട്രി. ഈ പാഠം ഈ ക്ലാസ് മുറിയിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒതുക്കി തീർക്കാനുള്ളതൊന്നല്ല. ഈ ലോകത്ത് എവിടെയും ഉപയോഗപ്പെടുത്താവുന്ന ഒരു അപ്ലൈഡ് കെമിസ്ട്രിയുടെ ഭാഗമാണ് ഈ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന കാര്യത്തിൽ തന്നെയുണ്ട് സർഫസ് കെമിസ്ട്രി, ഉപരിതലത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഉപരിതലത്തിൽ മീൻസ് ചുറ്റുപാടിൽ എന്തൊക്കെ കാണുന്നുണ്ട്, ആ കാണുന്നതിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ അത് ജീവശാസ്ത്രത്തിൻ്റെ മേഖലയിലേക്ക് പോകും. എന്നാൽ നമ്മൾ കെമിസ്ട്രിയുടെ ഉപരിതലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഉപരിതലത്തിൽ എന്തൊക്കെ കാണുന്നു, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതൊക്കെയാണ് ഈ സർഫസ് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ വളരെ മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ചെറിയ ടേമുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വരും. അപ്പോൾ നമ്മൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഈ പാഠം ഉപയോഗപ്പെടുത്താൻ. കേട്ടില്ല, ഇതുവരെ കേൾക്കാത്ത ഒരു കെമിസ്ട്രി കൂടിയിട്ടാണ്. എനിക്ക് എൻ്റെ മുഖം കാണിക്കണം എന്നല്ല, നിങ്ങൾ കാഴ്ച കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ പാഠത്തിൽ ADSORPTION, അഡ്സോർപ്ഷൻ എന്ന് പറയും. അപ്പോൾ അഡ്സോർപ്ഷൻ എന്നാൽ, ഞാൻ ഒറ്റ വരി കൊണ്ട് പറയും, നിങ്ങൾ അങ്ങനെ തന്നെ പറയാൽ മതി. ഇറ്റ് ഈസ് എ സർഫസ് ആക്ടിങ് ഫിനോമിന. ഒരു വസ്തുവിൻ്റെ ഉപരിതലത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസം. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ എവിടെ സർഫസിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ മറ്റൊരു വാക്ക് ABSORPTION, ഇത് കേട്ട് പരിചയിച്ചിട്ടുള്ളവരായിരിക്കും, ഇത് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഞാനിത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഒരു ഡി, ഇവിടെ ബി ആണ്. അപ്പോൾ ദ ഫിനോമിന ഫൗണ്ട് ത്രൂ ഔട്ട് ദ ബോഡി എന്ന് പറഞ്ഞാൽ ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവിടെയും വ്യാപിച്ച് കിടക്കുകയാണ്. എന്നാൽ അഡ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സർഫസിൽ മാത്രം കാണുന്ന ഒരു പ്രക്രിയയാണ്, പ്രതിഭാസമാണ്. ഇപ്പോൾ അതിൽ എനിക്കിതിപ്പോൾ പെട്ടെന്ന് പറയാൻ ഉള്ള ഒരു എളുപ്പവഴി, എന്ത് എളുപ്പവഴി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഈ ബോർഡ് തന്നെ എടുത്താൽ, ഈ ബോർഡിൽ ഈ ചോക്ക് കൊണ്ട് എഴുതിയപ്പോൾ ആ ചോക്ക് അവിടെ പറ്റി പിടിച്ചിരിക്കുകയാണ് അല്ലേ? ചോക്ക് പൊടികൾ പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളത് കണ്ടത്. അപ്പോൾ ഈ പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇവിടെ അഡ്സോർപ്ഷൻ. എന്നാൽ ഈ ബോർഡിൽ ഞാൻ മഷിയിട്ടുണ്ട് ഒരു പരിധി വരെ. മഷിയിലുള്ള വെള്ളം ഇതിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അബ്സോർപ്ഷൻ. അപ്പോൾ ഞാൻ ഈ ചോക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മഷിയിലിട്ടു. ആ മഷി അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുറച്ചും കൂടി എളുപ്പമായി. വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം ഈ
ചോക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. ഒരേപോലെ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയാം. യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അബ്സോർപ്ഷൻ. എന്നാൽ ഈ ചോക്ക് ഞാൻ പെയിൻറ്റിലിട്ടു. ആ പെയിൻറ്റിലിട്ട് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് ഈ ചോക്കിൻ്റെ ഉപരിതലത്തിൽ മാത്രം പറ്റിപ്പിടിച്ചു. ഇതാണ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഉപരിതലത്തിൽ മാത്രം കാണപ്പെടുന്ന പ്രവർത്തനമാണ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഡെഫിനേഷൻ മനസ്സിലായില്ല? ഇപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കാൽ അബ്സോർപ്ഷനും അബ്സോർപ്ഷനും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആവണം. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒന്നിച്ച് പറയുന്ന പേര് ഇങ്ങനെയാണ്, SORPTION എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അബ്സോർപ്ഷൻ എന്നാൽ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി എന്താ ഞാൻ ചെയ്യാമെന്ന് പോകണം നോക്കട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ പറ്റിപ്പിടിച്ച ചോക്കിൻ്റെ പൊടികളെ ഞാൻ അവിടെ നിന്ന് തുടച്ച് കളയണം. അപ്പോൾ ഞാൻ തുടച്ച് കളഞ്ഞു. കുറേയൊക്കെ പോയിട്ടുണ്ട്, കുറേയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പറ്റിപ്പിടിച്ചതിനെ അടർത്തി കളഞ്ഞു. അപ്പോൾ പറ്റിപ്പിടിച്ചത് അടർത്തി കളയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് DESORPTION, ഡീസോപ്ഷൻ. പണ്ട് മലയാളത്തിൽ പറയുമ്പോൾ വിപരീത പദം. എന്തിൻ്റെ വിപരീത പദം? അഡ്സോപ്ഷൻ എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് എന്ത്? ഡീസോപ്ഷൻ. പറ്റിപ്പിടിച്ചത് അടർത്തി കളയുക, റിമൂവൽ ഓഫ് ദ അഡ്സോർബിങ് സബ്സ്റ്റൻസ്. അപ്പോൾ ക്ലിയർ ആയില്ല? ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അഡ്സോപ്ഷനും ഡീസോപ്ഷനും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് സോപ്ഷൻ എന്നുള്ള വാക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി അടുത്ത ഒരു വർത്തമാനം പറയാൻ പോണത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയ ഈ ചോക്ക് കൊണ്ട് എഴുതിയ ചോക്കാണ് അവിടെ പറ്റിപ്പിടിച്ചത് അല്ലേ? അപ്പോൾ ആരാണോ പറ്റിപ്പിടിക്കുന്നത്, പറ്റിപ്പിടിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത്, എന്താണോ പറ്റിപ്പിടിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ്. അപ്പോൾ ചോക്ക് പൊടി ആരാ? അഡ്സോർബേറ്റാണ്. എന്താണോ പറ്റിപ്പിടിക്കുന്നത്, അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ, എന്ത് വസ്തുവാണോ പറ്റിപ്പിടിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്സോർബേറ്റ് എന്ന് വിളിക്കുക. ഇത് കേട്ട് പഠിക്കുക വേണം, നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. കുറേയൊക്കെ കാണാണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി എന്തിലാണോ അത് പറ്റിപ്പിടിച്ചത്, ബോർഡിലാണ് പറ്റിപ്പിടിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത് ചോക്കാണെങ്കിൽ എന്തുമ്മലാണോ പറ്റിപ്പിടിച്ചത് അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് അഡ്സോർബൻ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ബോർഡാണ്. ബോർഡ് ആരാ? ബോർഡ് നമ്മളെ സംബന്ധിച്ച് അഡ്സോർബൻറ്റും ചോക്കാണെങ്കിൽ അഡ്സോർബേറ്റുമാണ്. അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മളിത് എഴുതുമ്പോൾ നമ്മുടെ വർത്തമാനത്തിൽ പലപ്പോഴും ഇതൊക്കെ വിട്ടുപോകാറുണ്ട്. അപ്പോൾ എവിടെയാണ് അഡ്സോർപ്ഷൻ നടക്കുക? ഇപ്പോൾ ഈ ബോർഡിൻ്റെ എവിടെ നടന്നത്? ബോർഡിൻ്റെ സർഫസിൽ നടന്നു. അപ്പോൾ എവിടെ അഡ്സോർപ്ഷൻ നടക്കുന്നു എന്നുള്ള ആ ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് വസ്തുക്കൾ എടുത്താലും, ഇപ്പോൾ ഈ ചോക്ക് എടുത്താലും ബോർഡ് എടുത്താലും എന്ത് സാധനങ്ങൾ എടുത്താലും അതിൻ്റെ സർഫസ്, അതിൻ്റെ ഉപരിതലം. അപ്പോൾ ആ സർഫസിൽ ഒരു വസ്തുവിൻ്റെ സർഫസ് എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ചോക്ക് എൻ്റെ സർഫസ് എന്ന് പറയുന്നതാണ്. ആ സർഫസിൽ കുറേ പൊട്ടിയ ബോണ്ടുകൾ കാണാം. പൊട്ടിയ ബോണ്ടുകൾ. ആ പൊട്ടിയ ബോണ്ടുകളെ നമ്മൾ കെമിസ്ട്രിക്കാർ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ ഫോഴ്സ്. ഈ റെസിഡ്യുവൽ ഫോഴ്സ് കാണപ്പെടുന്ന ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ചോക്ക് ഞാനിപ്പോൾ പൊട്ടിച്ചു. ആ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചോക്കിൻ്റെയും ഒക്കെ മോളിക്യൂളുകളെയോ ചോക്കിനെയോ ഒക്കെ ബന്ധിപ്പിച്ചിരുന്ന എന്തോ ഒരു ആകർഷണ ബലം അവിടെ ഉണ്ടായിരുന്നു. ആ ആകർഷണ ബലമാണ് ഇപ്പോൾ പൊട്ടിപ്പോയത്. അപ്പോൾ പൊട്ടിപ്പോയപ്പോൾ പൊട്ടിയ ബോണ്ടുകൾ അവിടെ ഉണ്ട് അല്ലേ? മുറിഞ്ഞു പോയ കഷ്ണങ്ങൾ അവിടെ ഉണ്ട് അല്ലേ? മുറിഞ്ഞു പോയ ആ ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന, അവശേഷിക്കുന്ന ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ ഫോഴ്സ്. ഈ റെസിഡ്യുവൽ ഫോഴ്സ് കാണപ്പെടുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് സൈറ്റുകളിലാണ് എന്ത് നടക്കുക? അഡ്സോർപ്ഷൻ നടക്കുക. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ സർഫസിലുള്ള ആക്റ്റീവ് സൈറ്റുകളിലാണ്. സർഫസിലുള്ള ആക്റ്റീവ് സൈറ്റുകളിൽ ആര് കാണപ്പെടുന്നു? റെസിഡ്യുവൽ ഫോഴ്സ് കാണപ്പെടുന്നു. ഇപ്പോൾ നമ്മളൊരു വസ്തുവിൻ്റെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അതിൻ്റെ ആക്റ്റീവ് സൈറ്റുകളായിട്ട് നമ്മൾ വിചാരിച്ചാൽ ആ ആക്റ്റീവ് സൈറ്റുകളിലാണ് റെസിഡ്യുവൽ ഫോഴ്സ് ഉള്ളതെന്നും, അല്ലാണ്ട് ഇവിടെ അഡ്സോർപ്ഷൻ നടക്കുമോ, ഇവിടെ പറ്റിപ്പിടിക്കുമോ? ഇല്ല. ഇവിടെ ആയിരിക്കും പറ്റിപ്പിടിക്കുക. ഇവിടെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യത ഇല്ല. കാരണം അവിടെ എന്തില്ല? ഈ ഫോഴ്സ് അവിടെ കാണപ്പെടുന്നില്ല. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിഡ്യുവൽ ഫോഴ്സ് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് ആക്റ്റീവ് സൈറ്റുകൾ. ആക്റ്റീവ് സൈറ്റുകളിലാണ് എന്ത് നടക്കുക? അഡ്സോർപ്ഷൻ നടക്കുക. ബാക്കിയുള്ള ഭാഗത്ത് അത് നടക്കില്ല.
ഇനി നമ്മൾ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കടക്കാൻ പോകണം. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് അഡ്സോർപ്ഷൻ ആയാലും നമുക്ക് താഴെ പറയുന്ന രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കാനായിട്ട് പോകും. അപ്പോൾ അഡ്സോർപ്ഷൻ എന്നാൽ എന്താണെന്ന് മനസ്സിലായ, ഇറ്റ് ഈസ് എ സർഫസ് ആക്ടിങ് ഫിനോമിന, സർഫസിൽ മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമാണ്. ആരാണോ പറ്റിപ്പിടിക്കുന്നത് അതിനെ അഡ്സോർബേറ്റ് എന്നും, എന്തുമ്മലാണോ പറ്റിപ്പിടിക്കുന്നത് അതിനെ അഡ്സോർബൻറ്റ് എന്നും പറയുന്നു. എൻ്റെ ഷർട്ടിൽ ഇപ്പോൾ ഈ പെയിൻറ്റ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ പെയിൻ്റാണത്. അപ്പോൾ ഷർട്ട് എന്താണെന്ന് മനസ്സിലായി, അഡ്സോർബൻ്റ് ആണെന്നും ആ പെയിൻറ്റ് അഡ്സോർബേറ്റ് ആണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി എവിടെ അഡ്സോർപ്ഷൻ നടക്കുന്നു, എന്തുകൊണ്ട് അഡ്സോർപ്ഷൻ നടക്കുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അപ്പോൾ തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷൻ്റെ തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾ, നമുക്ക് എല്ലാത്തിലും ഈ തെർമോഡൈനാമിക്സ് നമുക്ക് കയറി വരും. അപ്പോൾ അഡ്സോർപ്ഷൻ്റെ തെർമോഡൈനാമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, പറ്റിപ്പിടിക്കുന്നതിൻ്റെ തെർമോഡൈനാമിക്സ് എന്താണ്, പറ്റിപ്പിടിക്കലിൻ്റെ പിന്നിലുള്ള തെർമോഡൈനാമിക്സ് എന്താണ് എന്നുള്ള വെരിഫിക്കേഷൻ, ആ വെരിഫിക്കേഷൻ നമ്മൾ കാണാനായിട്ട് പോകുന്ന കാര്യം എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കുക, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധ ഈ ഒരൊറ്റ ഭാഗത്ത് വേണം, ബാക്കിയുള്ളതൊക്കെ നമ്മൾ കേട്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. തന്നെത്താനാണ് പറ്റിപ്പിടിക്കുക. നമ്മൾ ബോർഡുമ്പോൾ എഴുതുമ്പോൾ അത് ചോക്ക് പറ്റിപ്പിടിക്കുന്നുണ്ട്, സ്പോണ്ടേനിറ്റിയാണ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആണെങ്കിൽ, ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റാ ജിയിലെ, ആ ഡെൽറ്റാ ജിയുടെ സൈൻ എന്തായിട്ട് മാറണം, നെഗറ്റീവായിട്ട് മാറണം. കേട്ടിട്ടുണ്ട് അതൊക്കെ? ഡെൽറ്റാ ജിയുടെ സൈൻ നെഗറ്റീവായി മാറിയാലേ പ്രോസസ്സ് എന്താവുള്ളൂ, സ്പോണ്ടേനിയസ് ആയിട്ട് മാറുള്ളൂ. ഇനി നമ്മൾ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ എഴുതിയിട്ടുണ്ട് ഡെൽറ്റാ ജി ഈക്വൽ ടു ഡെൽറ്റാ എച്ച് മൈനസ് ടി ഡെൽറ്റാ എസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെന്താണ് ഈ ഘടകം? അപ്പോൾ ഡെൽറ്റാ എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഇൻ എൻതാൽപ്പി, അല്ലേ? ചേഞ്ച് ഇൻ എൻതാൽപ്പി, ചേഞ്ച് ഞാൻ അവിടെ എഴുതുന്നില്ല. ഡെൽറ്റാ എസിൻ്റെ പേരാണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി. അപ്പോൾ ഡ്യൂറിങ് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എൻതാൽപ്പിക്ക് എന്താണ് മാറ്റം, എൻട്രോപ്പിക്ക് എന്താണ് മാറ്റം എന്നുള്ളതാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. വളരെ നിസ്സാര കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ചോക്ക്, ആ ചോക്കിൻ്റെ സർഫസ്, ആ സർഫസിൽ ഒരാൾ പറ്റിപ്പിടിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ പോയിട്ട് ഇവിടെ പറ്റിപ്പിടിച്ചു, അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കണം, അല്ലേ? അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഫോർമേഷനാണ്. ആരൊക്കെ തമ്മിൽ? ബോണ്ട് ഫോർമേഷൻ ബിറ്റ്വീൻ ആരൊക്കെ? അഡ്സോർബേറ്റും ആൻഡ് ആരൊക്കെ? അഡ്സോർബൻറ്റും തമ്മിലുള്ളൊരു ബോണ്ട് ഫോർമേഷനാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ബോണ്ട് ഫോർമേഷൻ ആർ ഓൾവേസ്, കഴിഞ്ഞാലും കേട്ടിട്ടുണ്ട്, ബോണ്ട് ഫോർമേഷൻ ഓഫ് ബോണ്ട് ആർ ഓൾവേസ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും എക്സോതെർമിക് ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റാ എച്ചിൻ്റെ സൈൻ നെഗറ്റീവായിരിക്കും. ഇതൊക്കെ ഓർമ്മയിൽ വന്നാൽ നമുക്കിത് എഴുതാം. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്ത് തെർമിക്കാണ്? എക്സോതെർമിക് എന്ന് മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഇവിടെ, അപ്പോൾ അഡ്സോർപ്ഷൻ ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇക്വേഷൻ അവിടെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇനി പറയാൻ പോണ് ഡ്യൂറിങ് അഡ്സോർപ്ഷൻ നടക്കണം. ഇവിടെയൊക്കെ ആകെ പൊടിപടലങ്ങളുണ്ട്, ഈ ചോക്കിൽ പൊടിയുണ്ട്, ഈ പൊടി അവിടെ പോയി പറ്റിപ്പിടിക്കുകയാണ്. നമ്മുടെ മുറിയിലുള്ള പൊടി, ആ പൊടി പടലങ്ങൾ നമ്മുടെ ഫാനുമ പറ്റിപ്പിടിക്കും. അപ്പോൾ മുറിയിലുള്ള പൊടിയുടെ അളവ് കുറയും, അല്ലെങ്കിൽ മുറിയൊക്കെ നിറച്ച് പൊടിപടലങ്ങളാൽ നിറഞ്ഞാൽ. അപ്പോൾ ഈ പൊടിപടലങ്ങൾ ഫാനുമ പറ്റിപ്പിടിച്ചു എന്ന് പറയുന്ന പോലെ ഈ ചോക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചു. അങ്ങനെ ചോക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുമ്പോൾ ഈ ചോക്കിൻ്റെ പൊടികളുടെ എൻട്രോപ്പി കുറയും. എന്നും കൂടി പറയണേ, ചോക്ക് പൊടികൾ ബോർഡിൽ പറ്റിപ്പിടിക്കുമ്പോൾ പൊടികൾ ആകെ ഇവിടെ പറന്ന് നടക്കുകയായിരുന്നു. ഈ പറന്ന് നടക്കുന്ന ചോക്ക് പൊടികൾ ബോർഡിൽ പറ്റിപ്പിടിച്ചു. ഈ പറ്റിപ്പിടിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് അഡ്സോർപ്ഷൻ നടന്നപ്പോൾ, ഡ്യൂറിങ് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ
ടോട്ടൽ എൻട്രോപ്പി കുറയും എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസിൻ്റെ സൈൻ എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. ഇതാണ് കഴിഞ്ഞ കാലത്തെ ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ കാര്യം ഉണ്ടാവണം, അഡ്സോർപ്ഷൻ നടക്കുന്നത് എക്സോതെർമിക്കാണ്. അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ നെഗറ്റീവാണ്. അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ടോട്ടൽ എൻട്രോപ്പി കുറയാണ്. പറന്ന് നടന്നിരുന്ന ആൾക്കാരെ കൂട്ടിലിട്ട പോലെ നമ്മുടെ കാര്യത്തിൽ പറയാം. നമ്മളിപ്പോൾ ഈ കൊറോണ കാലത്ത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? പാറിപ്പറന്ന് സ്കൂളിലൊക്കെ അടിച്ച് പൊളിച്ച് നടന്നിരുന്ന നിങ്ങളെ മുഴുവൻ മുറിയിലേക്ക് പൂട്ടിയിട്ടു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ. വീട്ടിൻ്റെ മുറിയിലേക്ക് അഡ്സോർബ് ചെയ്യിപ്പിച്ചു. ആ പൂട്ടിയിടലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എൻട്രോപ്പി കുറഞ്ഞു. നിങ്ങളുടെ ഡിസോർഡർ, നിങ്ങൾ വല്ലാണ്ട് ഡിസോർഡർ ആയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ നിങ്ങൾ ഓടേടായി. പിന്നെ നമ്മുടെ ഓർഡറൊക്കെ നഷ്ടപ്പെട്ടു, അത് വേറെ കഥ. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി കുറയും. എൻട്രോപ്പി കുറയുക എന്ന് പറയുമ്പോൾ ഡെൽറ്റ എസിൻ്റെ സൈൻ എന്താ? നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻസ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കിക്കോളട്ടോ. ഡ്യൂറിങ് അഡ്സോർപ്ഷൻ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ എച്ചിൻ്റെ സൈൻ നെഗറ്റീവായി. സൈൻ നെഗറ്റീവ് മൈനസ് ടെമ്പറേച്ചർ അവിടെ ഉണ്ട്. ഡെൽറ്റ എസിൻ്റെ സൈനും നെഗറ്റീവായി. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എന്താ? പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് പറയാം ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ്. ഇങ്ങനെയല്ലേ ഒരു ഇക്വേഷൻ? മൈനസ് ഡെൽറ്റ എച്ചും പ്ലസ് ടി ഡെൽറ്റ എസ് ഇക്വേഷൻ വന്നല്ല. ഇനി എപ്പോഴാണ് ഇത് നെഗറ്റീവായിട്ട് മാറുക? ഡെൽറ്റ ജിയുടെ സൈൻ നെഗറ്റീവ് ആവണം. ഇപ്പുറം നെഗറ്റീവ് ആവണമെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഡെൽറ്റ എച്ച് അതിൻ്റെ സൈൻ എന്താ? നെഗറ്റീവാണ്. ഇത് വലുതാവുക. ഇതിപ്പോൾ 100 എന്ന് വിചാരിക്കുക, ഇത് 10 എന്ന് വിചാരിക്കുക. അപ്പോൾ മൈനസ് 90 വരിക. അതായത് ഇതിൻ്റെ വില കുറവും ഇതിൻ്റെ വില കൂടുതലല്ലേ? അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറയുന്നത് കഴിഞ്ഞല്ലോ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴാണോ ഡെൽറ്റ എച്ചിൻ്റെ വില ആരെ വിലയേക്കാൾ? ഡെൽറ്റ എച്ചിൻ്റെ വില ടി ഡെൽറ്റ എസിൻ്റെ വിലയേക്കാൾ വലുതാകുന്നത്. ഒന്നും കൂടിയും ഇതിൻ്റെ വില 100, ഇതിൻ്റെ വില 10 എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വില ടി ഡെൽറ്റ എസിനേക്കാൾ വലുതാവണം. അപ്പോൾ ഓവറോൾ ഡെൽറ്റ ജി എന്താവും? നെഗറ്റീവായിട്ട് മാറിക്കോളും. അതിനു വേണ്ടി നമ്മൾ പറയുന്നത് ഈ ടി ഡെൽറ്റ എസിൻ്റെ വില ചെറുതാക്കണമെങ്കിൽ ആരെ കുറയ്ക്കണം? ടെമ്പറേച്ചർ കുറയ്ക്കണം. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞാലേ ഈ പറയുന്ന ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് മാറുള്ളൂ. ദാറ്റ് ഈസ് ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നത് ലോ ടെമ്പറേച്ചറിലാണ് എന്ത് പ്രവർത്തനം നടക്കുള്ളൂ? അഡ്സോർപ്ഷൻ നടക്കുള്ളൂ. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. ഒന്നും കൂടിയും അഡ്സോർപ്ഷൻ നടക്കുന്നത് എക്സോതെർമിക്കാണ്. ഡെൽറ്റ എച്ചിൻ്റെ സൈൻ നെഗറ്റീവാണ്. അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഡെൽറ്റ എസിൻ്റെ സൈനും നെഗറ്റീവ് ആവണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണമെന്ന് കരുതുക. അങ്ങനെ നടത്തണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചറിനെ താഴ്ത്തിയേ പറ്റുള്ളൂ. ലോ ടെമ്പറേച്ചറിൽ അഡ്സോർപ്ഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ അഡ്സോർപ്ഷൻ നടക്കില്ല. പകരം നടക്കുന്നത് ഡീസോർപ്ഷൻ ആയിരിക്കും. താഴ്ന്ന ഊഷ്മാവിലാണ് അഡ്സോർപ്ഷൻ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുക എന്ന് മാത്രം ഇതിൻ്റെ അർത്ഥമുള്ളൂ. തെർമോഡൈനാമിക്സിൽ കൂടെ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ടെമ്പറേച്ചർ വളരെ താഴ്ന്നാൽ മാത്രമേ അഡ്സോർപ്ഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളൂ. എന്നാലും കുറച്ചൊക്കെ കൂടുതൽ വേണം, ചെറിയൊരു വ്യത്യാസമൊക്കെ വേണം. വളരെ താഴ്ന്ന ടെമ്പറേച്ചർ എന്നല്ല, ലോ ടെമ്പറേച്ചറിലാണ് അഡ്സോർപ്ഷൻ നടക്കുക. ഹൈ ടെമ്പറേച്ചറിൽ അഡ്സോർപ്ഷൻ നടക്കണില്ല. ഇത്രയും കാര്യം നമ്മൾ എഴുതി വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് അഡ്സോർപ്ഷൻ നടക്കുന്നത് എക്സോതെർമിക്കാണ്. ഡെൽറ്റ എച്ചിൻ്റെ സൈൻ നെഗറ്റീവാണ്. അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ടോട്ടൽ എൻട്രോപ്പി കുറയുകയാണ്. ഡെൽറ്റ എച്ചിൻ്റെ സൈൻ നെഗറ്റീവായി. ഈ രണ്ട് കണ്ടീഷനും വെച്ചുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഇനി എപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആക്കാം? ഡെൽറ്റ ജി നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ, ഡെൽറ്റ എച്ചിൻ്റെ വില ടി ഡെൽറ്റ എസിനേക്കാൾ വലുതാവണം. അതിനുവേണ്ടി ടെമ്പറേച്ചർ കുറയ്ക്കണം. ലോ ടെമ്പറേച്ചറിലാണ് ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിലാണ് അഡ്സോർപ്ഷൻ എപ്പോഴും ഫേവറബിൾ. ഇതൊക്കെ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നത് അത്രമാത്രം ആലോചിച്ചാൽ മതി. എക്സോതെർമിക് റിയാക്ഷൻ എപ്പോഴും ലോ ടെമ്പറേച്ചറിലായിരിക്കും തന്നെ നടക്കുക. ആ നേരത്താണ് ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് മാറുക. ഈ കഥയൊക്കെ കേട്ടല്ല? ആ കഥ കേട്ടതിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻതാൽപ്പി തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷൻ. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? 3 കാര്യങ്ങളെ പറ്റിയിട്ട് ഓർമ്മയിൽ വരണം. ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമതായിട്ട് പറയേണ്ടത് ഡ്യൂറിങ് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ പറയുന്നത് അഡ്സോർപ്ഷൻ എന്താ? ഒരു എക്സോതെർമിക്കാണ്. എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ നെഗറ്റീവാണ്. അത് എഴുതി വയ്ക്കണം.
അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി കുറയും എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസിൻ്റെ സൈൻ അതും നെഗറ്റീവാണ്. ഇനി നമ്മൾ പറഞ്ഞത് ഡെൽറ്റ എസിൻ്റെ സൈൻ നെഗറ്റീവാണ് ആയതുകൊണ്ട് ദെർഫോർ വെൻ ഡെൽറ്റ എച്ചിൻ്റെ വില ആരേക്കാൾ ടി ഡെൽറ്റ എസിനേക്കാൾ വലുതായാൽ, ഡെൽറ്റ എച്ചിൻ്റെ വില ടി ഡെൽറ്റ എസിനേക്കാൾ വലുതായാൽ ഡെൽറ്റ ജി സൈൻ നെഗറ്റീവാകും. ഫോർ ദിസ് അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ ഷുഡ് ബി ഡിക്രീസ്ഡ്. ടെമ്പറേച്ചറിനെ താഴ്ത്തിയേ മതിയാവുള്ളൂ. ടെമ്പറേച്ചറിനെ താഴ്ത്തിയാൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ അടുത്ത കഥ. അപ്പോൾ അടുത്ത കഥ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ, ഈ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് 2 തരത്തിലുള്ള അഡ്സോർപ്ഷൻ നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ അഡ്സോർപ്ഷൻ്റെ പേര് ഫിസിക്കൽ അഡ്സോർപ്ഷൻ, രണ്ടാമത്തെ കെമിക്കൽ അഡ്സോർപ്ഷൻ. ഒന്നാമത്തെ അഡ്സോർപ്ഷൻ്റെ പേര് ഫിസിക്കൽ അഡ്സോർപ്ഷൻ, രണ്ടാമത്തെ കെമിക്കൽ അഡ്സോർപ്ഷൻ. ഇപ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് തന്നെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബോർഡുമ്പോൾ ഞാൻ ചോക്ക് കൊണ്ട് എഴുതിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ടെമ്പററി ആണ് എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് മാച്ച് കളയാം, പറ്റിപ്പിടിച്ചതിനെ അടർത്തി മാറ്റാം. മനസ്സിലായ? ഇത് ടെമ്പററി ആണ്, താൽക്കാലികമാണ്. എന്നാൽ ഇപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പെർമനൻ്റ് ആണ്. ചില കേസിൽ അത് പെർമനൻ്റ് ആണ്. കാറ്റലിസ്റ്റുകളുടെ മുകളിൽ റിയാക്റ്റൻ്റ് പറ്റിപ്പിടിക്കുന്ന പ്രോസസ്സുകൾ അത് പലപ്പോഴും പെർമനൻ്റ് ആയിട്ട് മാറാറുണ്ട്. ഇനി ഇവിടെ നമുക്ക് പറ്റിപ്പിടിച്ചതിനെ അടർത്തി മാറ്റാം, അഡ്സോർബൻറ്റിന് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഇത് റിവേഴ്സിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഇവിടെ അത് ഇറിവേഴ്സിബിൾ ആണ്, ഇവിടെ അത് റിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് മനസ്സിൽ നിന്ന് വേണം പറയാനായിട്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ഫോഴ്സുകൾ ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ആ വാൻ ഡെർ വാൾസ് ഫോഴ്സുകളാണ് ഇവിടെ ഫിസിക്കൽ അഡ്സോർപ്ഷന് കാരണമാക്കുന്നതെങ്കിൽ, ഇവിടെയാണെങ്കിൽ അതൊരിക്കലും ഒരു കാരണവശാലും വാൻ ഡെർ വാൾസ് അല്ല, പകരം എന്താണ്? കെമിക്കൽ ബോണ്ടുകളാണ്. കാരണം അയോണിക് ആവാം, കോർഡിനേറ്റ് ആവാം, കോവാലൻ്റ് ആവാം, അത്തരത്തിലുള്ള ബോണ്ടുകളാണ് ഈ പറയുന്ന കെമിക്കൽ അഡ്സോർപ്ഷന് കാരണമാക്കുന്നത്. ഇതിനെ പലപ്പോഴും ഫിസിസോപ്ഷൻ എന്നും അറിയപ്പെടാറുണ്ട്. ഫിസിസോപ്ഷൻ എന്നും, ഇപ്പുറത്താണെങ്കിൽ അത് കെമിസോപ്ഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അഡ്സോർപ്ഷൻ എത്ര തരത്തിലാണ്? 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ അഡ്സോർപ്ഷനുണ്ട്, കെമിക്കൽ അഡ്സോർപ്ഷനുണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എക്സാമ്പിളാണ് നമ്മൾ അതിലുമോ പെയിൻ്റ് അടിക്കുന്നത്, ചുമരുമോ പെയിൻ്റ് അടിക്കുന്നത്, ബോർഡിൽ എഴുതുന്നത് ഒക്കെ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ, കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ചില മെറ്റലുകളുടെ ഉപരിതലത്തിൽ ചില വാതകങ്ങൾ പറ്റിപ്പിടിക്കുന്നു. ഇതൊക്കെ കെമിസോപ്ഷന് എക്സാമ്പിളാണ്. നമുക്ക് പഠിക്കാനായിട്ട് പോകണല്ലോ, കാറ്റലിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളൊക്കെ പഠിക്കാൻ പോകണല്ലോ. അപ്പോഴാണ് കെമിസോപ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ കേട്ടല്ല. അപ്പോൾ അഡ്സോർപ്ഷൻ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ, കെമിസോപ്ഷൻ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് എന്താണ്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിസിസോപ്ഷൻ ആൻഡ് കെമിസോപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് വേണം, എഴുതിയിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്കൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ബോർഡിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ബോർഡിൻ്റെ ആവശ്യമുണ്ട്, എന്നാൽ ബോർഡിൻ്റെ ആവശ്യമില്ല. കഥ പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അടുത്ത ഫാക്ടർ. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പറയുമ്പോൾ പലർക്കും എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്ത് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി വേറെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ഫ്ലാറ്റുകളുടെ മുറിയിലൊക്കെ ഉള്ളിലിരുന്നിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാൾ ആൾക്കൊരു സ്വാതന്ത്ര്യത്തോടു കൂടി എടുക്കണമെങ്കിൽ ആളേതെങ്കിലും, ഇപ്പോൾ നമ്മൾ ചില വ്ളോഗർമാരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ ഈ അടുത്തൊക്കെയാണ് ആ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും കുന്നിൻ്റെ മലയിലൊക്കെ മുകളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുത്താൽ രണ്ടുണ്ട്, കാഴ്ചയുണ്ട് കാര്യമുണ്ട്. ഇത് കാര്യമാണ്, പിന്നെ കാഴ്ചയുണ്ട്. അപ്പോൾ രണ്ടും കൂടി വേണം. ക്ലാസ് കാഴ്ച നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം.
അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല ലൊക്കേഷനുകളിലേക്കൊക്കെ പോകണം, ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ഓൺ സോളിഡ്. ആരാണ്? ഗ്യാസുകളാണ് സോളിഡുമ്പോൾ പറ്റി പിടിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറ്റലിസ്റ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഈ ഗ്യാസുകൾ സോളിഡുമ്പോൾ പറ്റി പിടിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഡിസ്കഷൻ. ഇവിടെ അഡ്സോർപ്ഷനാണ്. അപ്പോൾ അതിലൊന്നാമത്തെ നാച്ചർ ഓഫ് ദ ഗ്യാസ്. നാച്ചർ ഓഫ് ദ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ 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 അത്യാവശ്യമുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ എല്ലാവരും മാസ്ക് മുഖത്ത് ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാസ്ക് മുഖത്ത് ധരിച്ച് വരുമ്പോൾ എന്തുണ്ടാവണം? കൊറോണ മൂക്കിലേക്ക് കയറില്ല, ശരീരത്തിലേക്ക് കയറില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മാസ്ക് കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നമ്മൾ മാസ്ക് ധരിച്ചിരുന്ന ആൾക്കാരെ നമ്മൾ ഈ 2020 കണ്ടതെങ്കിൽ ഈ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ ഈ മാസ്ക് N95 മാസ്കോ മറ്റുള്ള തരത്തിലുള്ള മാസ്കുകളോ ഒരു കാലങ്ങളായി കണ്ടു തുടങ്ങിയിട്ട്. ഒരു പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ റിഫൈനറിയിൽ റിഗിൽ 28 ദിവസം ജോലി ചെയ്തു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന നിങ്ങളുടെ വാപ്പമാരാ മാമന്മാരാ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും മാസ്കിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള ഹൈഡ്രജൻ സൾഫൈഡൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് അത് കയറി കഴിഞ്ഞാൽ ആൾ ചത്തുപോകും. ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ പോലെയുള്ള പോയ്സണസ് ഗ്യാസുകളെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള മാസ്കുകൾ ഇന്ന് അവൈലബിളാണ്. കാരണം ഈ ഗ്യാസുകൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. എന്നാൽ ഈ മാസ്ക് വയ്ക്കുമ്പോൾ ഈ മാസ്ക് വയ്ക്കുമ്പോൾ ഓക്സിജൻ നമുക്ക് അകത്തേക്ക് പോകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ഗ്യാസുകൾ ഒരു മാസ്ക് വെച്ചിട്ട് മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ അകത്തേക്ക് പോവുകയും ഇത് അവിടെ തടഞ്ഞു നിൽക്കുകയും ചെയ്യും. അതായത് ഈ ഇത്രയും ഗ്യാസുകളൊക്കെ എയറിലുണ്ടെങ്കിൽ ആര് കടന്നു പോകും? ഓക്സിജനും ഹൈഡ്രജനൊക്കെ കടന്നു പോകും. ഇത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു പാഠമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. PV NRT എന്നൊക്കെ പറയുന്ന സോളിഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഗ്യാസുകളൊക്കെയാണോ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നത്, ചില ഗ്യാസുകൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഗ്യാസുകളൊന്നും തന്നെ പെട്ടെന്ന് പറ്റിപ്പിടിക്കില്ല. ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഗ്യാസുകൾക്കൊക്കെ എളുപ്പത്തിൽ പറ്റിപ്പിടിക്കാൻ പറ്റും. അതാണ് നാച്ചർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്യാസുകൾ പെട്ടെന്ന് ലിക്വിഡായിട്ട് മാറുന്ന ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, മീഥൈൻ പോലെയുള്ള ഗ്യാസുകൾ എളുപ്പത്തിൽ പറ്റിപ്പിടിക്കുന്നു. എന്നാൽ ഓക്സിജനോ ഹൈഡ്രജനോ അത്തരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കഴിവ് കുറവാണ്. കാരണം അവരുടെ വാൻ വാൾസ് കോൺസ്റ്റൻറ്റുകളൊക്കെ വല്ലാണ്ട് കുറവായിരിക്കും. ഇതൊക്കെ പെട്ടെന്ന് ലിക്വിഡായിട്ട് മാറുന്ന ഗ്യാസ്, നിങ്ങൾ അത്ര പറഞ്ഞാൽ മതി, പെട്ടെന്ന് ലിക്വിഡായിട്ട് മാറുന്ന ഗ്യാസുകൾക്ക് പറ്റിപ്പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്രോളിയം ഫീൽഡിലൊക്കെ മാസ്കുകൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ പോയ്സണസ് ഗ്യാസുകളെ തടഞ്ഞു നിർത്തുക എന്നതാണ്. എവിടെ പോയി? ഇത്തരം പോയ്സണസ് ഗ്യാസുകളെ തടഞ്ഞു നിർത്തുക എന്നതാണ് നമ്മുടെ ഈ മാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം കിട്ടിയല്ല. രണ്ടാമത്തെ കാര്യം, അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ സർഫസ് ഏരിയ. എന്താ സർഫസ് ഏരിയ ആയിട്ടുള്ള ബന്ധം? നമ്മൾ കേട്ടിട്ടുണ്ട്, പരിപരുത്ത പ്രതലമാണെങ്കിൽ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. നമ്മൾ നടക്കുമ്പോൾ തന്നെ അഡ്സോർപ്ഷനാണ്. നമുക്ക് റോട്ടിൽ കൂടെ നടക്കണം, മൊസൈക്കിൽ കൂടെ നടക്കണം, മാർബിളിൽ കൂടെ നടക്കണം. ഏതാ എളുപ്പം? റോട്ടിൽ കൂടെ നടക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ കാലിന് നല്ല ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോൾ പരിപരുത്ത പ്രതലമാണെങ്കിൽ അഡ്സോർപ്ഷൻ കൂടുതലായിരിക്കും. പരിവർത്തന പ്രതലത്തിൽ നമുക്ക് ഇപ്പോൾ ഈ തെങ്ങുമ്മ കിടക്കുന്ന തെങ്ങുമ്മ എനിക്ക് സുഖമായിട്ട് പറ്റിപ്പിടിച്ച് വേണമെങ്കിൽ കയറാം. തളപ്പൊന്നും വേണ്ട. നമ്മൾ പണ്ട് മാവുമ്മലും മടക്കാമരത്തുമ്മലൊക്കെ നന്നായിട്ട് കയറാറുണ്ട് കുട്ടികളായിരുന്നപ്പോൾ. ഇപ്പോൾ കയറാണ്ടല്ല, കുറേ കാലം അതിലേക്ക് കയറാണ്ടായിട്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കയറാനായിട്ടൊക്കെ സാധിക്കണമെങ്കിൽ
നമ്മൾ പറയുന്ന കയ്യും കാലുമ്മലും ഒക്കെ ഇതൊക്കെ ഒരള്ളത് കൊണ്ടാണ്. ഏതൊരു സിനിമയിലുണ്ടല്ലോ ജഗതി മറ്റേ ദിലീപിനെ എണ്ണ ഒഴിച്ചിട്ട് തോൽപ്പിക്കുന്നത്, കയറാൻ പറഞ്ഞിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുക, മനസ്സിലാക്കുക, പരുപരുത്ത പ്രതലമാണെങ്കിൽ അഡ്സോർപ്ഷൻ കൂടുതലും, സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അഡ്സോർപ്ഷൻ കുറവുമായിരിക്കും. അപ്പോൾ പറയുന്നത് സർഫസ് ഏരിയ എന്തിൽ, റഫ് സർഫസിൽ സർഫസ് ഏരിയ കൂടുതൽ. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്തോറും അഡ്സോർപ്ഷനും കൂടുന്നു. സർഫസ് ഏരിയ കൂടുന്തോറും അഡ്സോർപ്ഷനും കൂടുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഈ കാറ്റലിസ്റ്റുകൾ ക്രിസ്റ്റൽ രൂപത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കാറ്റലിസ്റ്റുകൾ ഏത് രൂപത്തിൽ ഉപയോഗിക്കണം? പൗഡേർഡ് രൂപത്തിൽ, പൗഡേർഡ് ഫോമിൽ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പൗഡേർഡ് ഫോമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടിയാൽ അഡ്സോർപ്ഷൻ കൂടും, റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ക്രിസ്റ്റലൈൻ ഫോമുകളേക്കാൾ നല്ലത് ഏത് ഫോമുകളാണ്? പൗഡേർഡ് ഫോമുകളാണ്. ഇതൊക്കെ മനസ്സിൽ വയ്ക്കേണ്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഇനി മൂന്നാമത്തെ, അപ്പോൾ മൂന്നാമത്തെ ഫാക്ടർ ഏതാണെന്ന് വെച്ചാൽ, അപ്പോൾ 2 ഫാക്ടർ പറഞ്ഞു, മൂന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളത്തെ നേരത്തെ തെർമോഡൈനാമിക്സ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ലോ ടെമ്പറേച്ചറിലാണ് അഡ്സോർപ്ഷൻ നടക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ അഡ്സോർപ്ഷൻ റേറ്റ് കുറയും. അതിന് കാരണം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഇവിടെ ടെമ്പറേച്ചർ വരച്ചു, ഇവിടെ അഡ്സോർപ്ഷൻ എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അഡ്സോർപ്ഷൻ എന്ന് എഴുതിയാൽ എന്ത് അഡ്സോർപ്ഷൻ? ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് എഴുതിയാൽ ടെമ്പറേച്ചർ കൂടുന്തോറും അഡ്സോർപ്ഷൻ റേറ്റ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഞാനിവിടെ കെമിസോർപ്ഷൻ എന്ന് എഴുതണം. കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം വരച്ചൊരു ഗ്രാഫാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടുന്തോറും അഡ്സോർപ്ഷൻ, എന്താ അഡ്സോർപ്ഷൻ? കെമിക്കൽ അഡ്സോർപ്ഷൻ ആദ്യം കൂടും പിന്നെ കുറയും. ഇതൊരു എക്സോതെർമിക്കിൻ്റെ ഗ്രാഫായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒക്കെ അവിടെ കേട്ടെ. എന്തുകൊണ്ടാണ് കൂടിയത്? എന്താണ് അഡ്സോർപ്ഷൻ കൂടാനുണ്ടായ കാരണം? ടെമ്പറേച്ചർ ആദ്യം കൂടുന്നു, ഒരു ലെവലെത്തുമ്പോൾ ആ അഡ്സോർപ്ഷൻ്റെ റേറ്റ് പിന്നെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് കൈനറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന ഇയെ കിട്ടണമെങ്കിൽ ആരാവശ്യമാണ്? ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുകൊണ്ട് കിട്ടുന്നത് വരെ, ആക്ടിവേഷൻ എനർജി കിട്ടുന്നത് വരെ ടെമ്പറേച്ചർ കൂട്ടുന്തോറും അഡ്സോർപ്ഷൻ റേറ്റ് കൂടി വരും. അങ്ങനെ ആക്ടിവേഷൻ എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഡ്സോർപ്ഷൻ റേറ്റ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചറായിട്ട് കെമിസോർപ്ഷന് ബന്ധമുണ്ട്, ഫിസിസോർപ്ഷൻ ബന്ധമുണ്ട്. ഫിസിസോർപ്ഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ കൂടുന്തോറും ഫിസിക്കൽ അഡ്സോർപ്ഷൻ കുറയുന്നു. കെമിക്കൽ അഡ്സോർപ്ഷനാണെങ്കിൽ ആദ്യം കൂടും പിന്നെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി 4ാമത്തെ ഫാക്ടറിലേക്ക് നമ്മൾ കിടക്കണം. 4ാമത്തെ ഫാക്ടറാണ് കുറച്ച് അറിഞ്ഞു പഠിക്കേണ്ടത്. വലിയ ഇക്വേഷനുകളുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെയാണ് അത് പറയുക. അപ്പോൾ അടുത്ത ഫാക്ടറാണ് ഗ്യാസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗ്യാസുകൾ സോളിഡുമോ പറ്റി പിടിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് പ്രഷർ വരുന്നത്. ഗ്യാസുകളുടെ മുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഷർ. അപ്പോൾ ഈ പ്രഷർ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ നമ്മളതിന് വിളിച്ച പേരായിരുന്നു എന്ത്? ഐസോതേം. ഓർമ്മയുണ്ടോ നമുക്കൊക്കെ? ഐസോതേം. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ നടത്താറ്. അപ്പോൾ പ്രഷർ കൂടുന്തോറും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പ്രഷർ കൂടുന്തോറും ഗ്യാസുകൾക്ക് പറ്റിപ്പിടിക്കാനുള്ള കഴിവ് കൂടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂട്ടുന്തോറും അഡ്സോർപ്ഷൻ്റെ റേറ്റും ഗ്യാസുകളുടെ അഡ്സോർപ്ഷൻ്റെ റേറ്റും കൂടുന്നു. എന്നാൽ ഒരു പരിധി വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും അഡ്സോർബ് ചെയ്യാത്തൊരവസ്ഥ വരും. എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ റേറ്റ് യൂണിഫോം ആവും. ഇത് പെട്ടെന്ന് മനസ്സിലാക്കി തരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ വഴി കൂടെ വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഒരു വസ്തു, ഈ ചോക്ക് ആരായിക്കോട്ടെ, ഒരു സോളിഡാണ്. ഇതുമല്ലാണ് ഗ്യാസുകളെ പറ്റിപ്പിടിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞാലൊക്കെ പഠിച്ചു പ്രഷർ കൂട്ടും തോറും പി വി സമയം NRT നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. അതന്നെ ഇവിടുത്തെ അവസ്ഥ തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ ആക്റ്റീവ് സൈറ്റുകളുണ്ട്. അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്യാസ്, ആ ഗ്യാസ് ഇവിടെയൊക്കെ പറന്ന് നടക്കണം. ഈ പ്രദേശത്തൊക്കെ ആകെ ഗ്യാസുകളുണ്ടെങ്കിൽ ഈ ഗ്യാസിനെ പറ്റി പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ATM പ്രഷർ ഉപയോഗിച്ചു. അപ്പോൾ ഗ്യാസുകളൊന്നും അടുത്ത് വന്നു. പ്രഷർ ഒന്നും കൂടി കൂട്ടി. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണണ്ട. പ്രഷർ ഒന്നും കൂടിയും കൂട്ടി, ഗ്യാസുകൾ ഒന്നും കൂടി അടുത്ത് വന്നു. പ്രഷർ ഒരു 100 ATM ആക്കിയപ്പോൾ ഈ ഗ്യാസ് ഇവിടെ പറ്റിപ്പിടിച്ചു. 101 ആക്കിയപ്പോൾ അടുത്ത ഗ്യാസ് ഇവിടെ പറ്റിപ്പിടിച്ചു. 102 ആക്കിയപ്പോൾ ഒരു ഗ്യാസ് ഇവിടെ പറ്റിപ്പിടിച്ചു. 103 ആക്കിയപ്പോൾ പ്രഷർ 103 ATM ആക്കിയപ്പോൾ ഒരു ഗ്യാസ് ഇവിടെ പറ്റിപ്പിടിച്ചു. 110 ATM ആക്കിയപ്പോൾ മറ്റൊരു ഗ്യാസ് ഇവിടെ പറ്റിപ്പിടിച്ചു. 120 ATM ആക്കിയപ്പോൾ ഒരു ഗ്യാസ് ഇവിടെ പറ്റിപ്പിടിച്ചു. 150 ATM ആക്കിയപ്പോൾ ഒരു ഗ്യാസ് ഇവിടെ പറ്റിപ്പിടിച്ചു. അപ്പോൾ 150 എത്തിക്കഴിഞ്ഞു. ഇനി 160 എത്തിയാലാ 160 ATM ആക്കി. 160 ATM ആക്കിയപ്പോൾ ഇവിടെ എന്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്തില്ല, പറ്റിപ്പിടിക്കാനായിട്ട് ഇനി സ്ഥലമില്ല. അതുകൊണ്ട് അഡ്സോർപ്ഷൻ അവിടെ വെച്ച് നിൽക്കും എന്നല്ല, അഡ്സോർപ്ഷൻ റേറ്റ് യൂണിഫോം ആയിട്ട് മാറും. അപ്പോൾ നമുക്കതൊരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി വരച്ചാൽ, അപ്പോൾ അതിൻ്റെ പേര് ഐസോതേം എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ എന്താ അപ്ലൈ ചെയ്യണ്, ഇവിടെ പ്രഷർ എന്ന് എഴുതണ്. കാരണം ഇവിടെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് x/m എന്നാണ് മാർക്ക് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിക്കുന്ന ഗ്യാസുകളുടെ മാസ്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമലാണോ പറ്റിപ്പിടിക്കുന്നത് അതിൻ്റെ മാസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രഷർ കൂടുന്തോറും അഡ്സോർപ്ഷൻ കൂടുന്നു. നമ്മൾ വരച്ച ഗ്രാഫ് ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. പ്രഷർ കൂടുന്തോറും അഡ്സോർപ്ഷൻ കൂടുന്നു. ആ അഡ്സോർപ്ഷൻ കൂടി പോയി പിന്നെ അഡ്സോർപ്ഷൻ റേറ്റ് യൂണിഫോമായിട്ട് മാറും. അപ്പോൾ യൂണിഫോമായിട്ട് മാറുന്ന പ്രഷർ ഏതാണോ അത് ഇതല്ലേ, ആ പ്രഷറിനെ നമ്മൾ കെമിസ്ട്രിക്കാർ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പ്രഷർ. എന്ത് പ്രഷർ എന്ന് വിളിക്കുക? സാച്ചുറേഷൻ പ്രഷർ. അപ്പോൾ സാച്ചുറേഷൻ പ്രഷറിൽ വെച്ചിട്ട് അഡ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. അതുവരെ പ്രഷർ കൂടുന്തോറും ആ പോയിൻ്റൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സ്ലോപ്പ് വരച്ചുകൊണ്ട് നമുക്ക് ആ പോയിൻ്റൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രഷർ കൂട്ടുന്തോറും അഡ്സോർപ്ഷൻ റേറ്റ് കൂടുന്നു. എന്നാൽ സീറോ പ്രഷറിലോ അല്ലെങ്കിൽ സാച്ചുറേഷൻ പ്രഷറിന് അപ്പുറത്തോ ഈ പറയുന്ന അഡ്സോർപ്ഷൻ അവിടെ ബാധിക്കുന്നില്ല എന്ന് വിശദീകരിച്ചതാണ് ഫ്രെഡ്ലിച്ച് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. രണ്ടുപേരാണ്, ഫ്രെഡ്ലിച്ചും ലാങ്മ്യൂറും. അതിൽ ഫ്രെഡ്ലിച്ചിൻ്റെ കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഫ്രെഡ്ലിച്ച് പറയാണ് പ്രഷർ കൂട്ടി വരും തോറും ഗ്യാസുകൾ അഡ്സോർബ് ചെയ്ത് പോകുന്നു. എന്നാൽ ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആക്റ്റീവ് സൈറ്റുകൾ ഗ്യാസുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ സ്ഥലമില്ല, അതുകൊണ്ട് അവിടെ അഡ്സോർപ്ഷൻ നടക്കണില്ല എന്നാണ് ഫ്രെഡ്ലിച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എന്നാൽ പ്രഷറിന് മുഴുവൻ ബന്ധമുണ്ട? പ്രഷറിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റാണ് എന്നിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പ്രഷർ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് മുഴുവനായിട്ട് ബന്ധമില്ല, എന്നാൽ ഒരു പരിധി വരെ ബന്ധമുള്ള പരിധിയാണ് n. ആ പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബന്ധമില്ല. സീറോ പ്രഷറിൽ അഡ്സോർപ്ഷൻ ഉണ്ടാ ഇല്ല. ആ പ്രഷർ 1നും n-നും ഇടയ്ക്ക്. എത്ര? 1 എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്കും n എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഇടയ്ക്ക് മാത്രമേ എന്തിന് ബന്ധമുള്ളൂ? പ്രഷറിന് ബന്ധമുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാലും ഇപ്പുറത്തേക്ക് വന്നാലും അവിടെ അഡ്സോർപ്ഷൻ നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഫ്രെഡ്ലിച്ചാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഫ്രെഡ്ലിച്ച്, NDLICH, ഫ്രെഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ഇങ്ങനെയാണ് വിളിച്ചത്. പറയാണ് റേറ്റിന് പകരം x/m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓൾ റൈസ് ടു 1/n എന്നെഴുതി. 1നും n-നും പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വേണം. അപ്പോൾ x/m റേറ്റ് ഈക്വൽ ടു k × p ഓൾ റൈസ് ടു 1/n. അപ്പുറത്ത് ലോഗ് കൊടുത്താൽ log x/m ഈക്വൽ ടു, ഇത് log AB എന്ന് വായിക്കണം, log A + log B. അപ്പോൾ നമുക്ക് log K പ്ലസ് log p റൈസ് ടു 1/n. log p റൈസ് ടു 1/n നമുക്ക് എങ്ങനെ എഴുതാം? 1/n log p എന്ന് പറയാം. ഇതാണ് ഫ്രെഡ്ലിച്ചിൻ്റെ അഡ്സോർപ്ഷൻ ഐസോതേം ഇക്വേഷൻ. ചോദിച്ചാൽ നമുക്കിങ്ങനെ എഴുതി വയ്ക്കേണ്ടി വരും. എക്സ് ഈസ് ദ അഡ്സോർബേറ്റിൻ്റെ മാസ്, അഡ്സോർബൻറ്റിൻ്റെ മാസ്, K കോൺസ്റ്റൻ്റ് ആണ്,
N എന്ന് പറയുന്നത് സാച്ചുറേഷൻ പ്രഷറാണ്, P എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് പ്രഷറാണ്. അപ്പോൾ ഈ ഒന്നിനും എന്നിനും ഇടയ്ക്ക് മാത്രമേ എന്തിന് ബന്ധമുള്ളൂ, പ്രഷറിന് ബന്ധമുള്ളൂ എന്നാണ് ഫ്രെഡ്ലിച്ചിൻ്റെ ഇക്വേഷനിൽ കൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഗ്യാസുകൾ പറ്റിപ്പിടിക്കുന്ന കഥ പറഞ്ഞു. അപ്പോൾ ലിക്വിഡുകൾ പറ്റിപ്പിടിക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ മാറ്റം മാത്രം വരുത്തി നമുക്ക് ഇതിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്, ഗ്യാസ് ഓൺ സോളിഡ് ആണെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നത് ലിക്വിഡ് ഓൺ സോളിഡ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ആദ്യം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ലിക്വിഡ് ഓൺ സോളിഡ്, ലിക്വിഡ് ഓൺ സോളിഡ് ആണെങ്കിൽ നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യും. log x/m ഈക്വൽ ടു ഇവിടെ എന്താ log k പ്ലസ് 1/n log c, അല്ലെങ്കിൽ c സമം ഒന്നുകിൽ മൊളാരിറ്റിയാണ് സാധാരണ ഉപയോഗിക്കുക, c എന്നാൽ കോൺസെൻട്രേഷൻ. അപ്പോൾ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ ഗ്യാസുകൾ സോളിഡുമോ പറ്റിപ്പിടിച്ചാൽ ഇത്, ലിക്വിഡുകൾ സോളിഡുമോ പറ്റിപ്പിടിച്ചാൽ അത്. അപ്പോൾ ലിക്വിഡുകൾ സോളിഡുമോ പറ്റിപ്പിടിക്കുന്നതൊക്കെ ഞാൻ ഈ റെഗുലർ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ പഞ്ചസാര ഞങ്ങൾ പോയിട്ടുള്ളത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് പഞ്ചസാര ഇൻഡസ്ട്രീസ് ഉണ്ട്. ആ ഷുഗർ ഇൻഡസ്ട്രീസിൽ പോയി കഴിഞ്ഞാൽ വലിയ കരിമ്പിൻ്റെ ടൺ കണക്കിന് ലോഡ് വന്നിട്ട് വലിയ ക്രഷറുകളിലാക്കിയിട്ട് അരച്ച് ചാറെടുത്തിട്ട് ഒരു ഭാഗത്ത് ചാറിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കുന്നത് കാണാം, മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ ആ ചണ്ടി അരച്ചിട്ട് അതിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്നത് കാണാം, ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഈ ഞങ്ങളൊക്കെ കൂടുതൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് പണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ത്രില്ലായിരുന്നു. എന്നാൽ പഞ്ചസാര ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അതുകൊണ്ട് അത് രണ്ടും ഒപ്പാണ് വർക്ക് ചെയ്യുക. വണ്ടിയിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തിയിട്ട് നമുക്കത് കാണിച്ചു കൊടുക്കണം. ഒരുപാട് പണ്ടത്തെ കഥയിന്. അങ്ങനെ ഈ പറയുന്ന അവിടെ വലിയ പാത്രങ്ങളിൽ കുറുകിയ പഞ്ചസാരയുടെ ലായനി കിടക്കുന്നുണ്ടാവും. ഒരു ബ്രൗൺ കളറൊക്കെയാണ്. ഒരു ബ്രൗൺ കളറിൽ ഇപ്പോൾ ഞാനിപ്പോൾ അത് ഇക്വേഷൻ എല്ലാവരും എഴുതിയെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് വലിയ പാത്രങ്ങളിൽ, ഇത്ര 3 വലിയ പാത്രങ്ങളിൽ പഞ്ചസാരയുടെ ലായനി ഇങ്ങനെ കുറുകി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു ബ്രൗണിഷ് കളറാണ്. ഈ ബ്രൗണിഷ് കളർ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ മൃഗങ്ങളുടെ എല്ല് അത് കരിക്കും. അതാണ് അനിമൽ ചാർക്കോൾ. ഇപ്പോൾ നമ്മൾ ഉടൻ ചാർക്കോൾ കണ്ടുണ്ടായിരിക്കും. ഈ കോഴീനൊക്കെ ഗ്രിൽഡ് അടിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് ഉടൻ ചാർക്കോൾ. അത് ഉടൻ ചാർക്കോളാണ്. ആനിമൽ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ എല്ലുകളൊക്കെ പർട്ടിക്കുലർ വാക്വത്തിൽ ചൂടാക്കി കത്തിച്ച് കരിച്ച് ആ കരിച്ച കരി ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഒന്നല്ല കേട്ടോ, ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഇതിലിട്ട് ഇളക്കും. ഇതിലിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതിൽ കൂടെ ഈ കരിയുമ്പോൾ കൂടെ ഈ പഞ്ചസാര കടന്നു പോകുമ്പോൾ ഈ കരിയുമ്പോൾ കൂടെ കടന്നു പോകുമ്പോൾ പഞ്ചസാര വെളുക്കും. പഞ്ചസാരയ്ക്ക് നിറം കൊടുക്കുന്ന ആ ബ്രൗൺ കളർ കൊടുത്ത ആ സാധനം അത് കാരമലാണ്. ആ കാരമല് ആനിമൽ ചാർക്കോളുമ്പോൾ പറ്റി പിടിക്കും, അഡ്സോർബ് ചെയ്യും. അപ്പോൾ പഞ്ചസാര വെളുത്തു. ആനിമൽ ചാർക്കോളുമ്മ കാരമൽ എന്ന് പറയപ്പെടുന്ന ആ സാധനം പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ടാ ഇതവിടെ വെറുതെ വയ്ക്കില്ല. ഇതിനവരവിടെ നിന്ന് ഡീസോർബ് ചെയ്തെടുക്കും. അതായത് ആനിമൽ എല്ലുമെന്ന് വടിച്ച് തുടച്ചെടുക്കും. എന്നിട്ട് ആ സാധനമാണ് ഈ ചോക്ലേറ്റിലും ബീവറേജിലൊക്കെ കളർ കൊടുക്കുക. പ്രധാനമായിട്ട് ചോക്ലേറ്റിലൊക്കെ കളർ കൊടുക്കുന്നതാണ് പറയുന്നത് കാരമല്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്ലിക്കേഷനായിട്ട് തുടങ്ങാം. ഇന്നിപ്പോൾ അത്ര മതി. പുതിയ കാഴ്ചകൾ, വേറിട്ട കാഴ്ചകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാറ്റുണ്ട്. പിന്നെ കശുമാവിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയൊരു പാടൊക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് നിന്നിട്ട് വർത്തമാനം പറയുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൂടി 1% കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ക്ലാസ്സും കാഴ്ചകളൊക്കെ അടുത്ത ഇതിൽ വിശദമായിട്ട് സംസാരിക്കുക. അപ്പോൾ അത്ര മതി.